അതെ, ഐതിഹ്യ കഥയാണ്. അതെ. ഏതാണ്? ഗീതാ ഗോവിന്ദത്തിന്റെ രചനയ്ക്കാസ്പദമായ സംഭവ വികാസങ്ങൾ. ആരാണ് ചിട്ടപ്പെടുത്തിയത്? അച്ഛനാണ്. അച്ഛനാണ്. ഞാൻ അവതരിപ്പിക്കുന്നു ഗീതാ ഗോവിന്ദം. ഒറീസയിലെ പുരി ജഗന്നാഥ ക്ഷേത്രാങ്കണം. നേരം പുലർന്നു വരുന്നു. ഉദയഗിരിയിൽ പുലർകാലം ബാലദിനകരൻ വരികയായി, ഒളിവിതറി വരികയായി. ഈ സമയം ക്ഷേത്ര ശ്രീകോവിലിനു മുമ്പിൽ വമ്പിച്ച ഭക്തജന തിരക്ക്. ആ തിരക്കിനിടയിലൂടെ ഒരു ബ്രാഹ്മണൻ മുമ്പോട്ട് നടന്നു വരുന്നു. അദ്ദേഹത്തിനു പിന്നിൽ അഗ്നിജ്വാല പോലെ സുന്ദരിയായ ഒരു തരുണി. ബ്രാഹ്മണൻ മുഖ്യ പുരോഹിതനെ താണുവണങ്ങി. സ്വാമി, ഞാൻ ദേവശർമ്മ. അകലെ കിന്ദുബിൽവം എന്ന ഗ്രാമത്തിൽ നിന്നും വരുന്നു. ഈ നിൽക്കുന്നത് എൻ്റെ മകൾ പത്മാവതി. എനിക്ക് ക്ഷേത്രത്തിൽ ഒരു വഴിപാട് നടത്താനുണ്ട്. ഓഹോ, സന്തോഷം. എന്താണ് വഴിപാട്? വഴിപാടായി നൽകാനുള്ളത് ഈ നിൽക്കുന്ന എൻ്റെ മകളെ തന്നെയാണ്. എന്ത്? മകളെ വഴിപാടായി നൽകുന്നു? ഹേ മനുഷ്യ, താങ്കൾക്ക് എന്തോ കുഴപ്പമുണ്ട്. നോക്കൂ, മനുഷ്യരെ വഴിപാടായി നൽകാറില്ല, സ്വീകരിക്കാറുമില്ല. തിരികെ പോകൂ. ക്ഷമിക്കണം സ്വാമി. അനപത്യനായിരുന്നു ഞാൻ, മനമുരുകി തേങ്ങി തിരുസന്നിധിയിൽ. ഒരു കുഞ്ഞിക്കാലെനിക്കോമനിക്കാൻ തരണേ ദേവാ ജഗന്നാഥ. കുഞ്ഞുങ്ങളില്ലാത്ത ദുഃഖം സഹിക്കവയ്യാതെ ഈ തിരുസന്നിധിയിൽ വന്ന് ഞാൻ കരഞ്ഞു പറഞ്ഞതാണ്, ഒരു കുഞ്ഞുണ്ടായാൽ ഇവിടെ വഴിപാടായി നൽകാമെന്ന്. ആ പ്രാർത്ഥന മൂലം ഉണ്ടായതാണ് ഈ നിൽക്കുന്ന എൻ്റെ മകൾ പത്മാവതി. ഓഹോ, ഇക്കാര്യത്തിൽ എനിക്ക് പെട്ടെന്നൊരു തീരുമാനം പറയുക സാധ്യമല്ല. താങ്കൾ നാളെ വരൂ, എന്നിട്ട് ആലോചിക്കാം. പിറ്റേന്ന് കാലത്ത് തന്നെ ദേവശർമ്മ മകളെയും കൂട്ടി ക്ഷേത്രത്തിലെത്തി. പുരോഹിതൻ അവരെ സ്വീകരിച്ചു. ദേവശർമ്മ, താങ്കളും മകളും ഈശ്വരാനുഗ്രഹമുള്ളവരാണ്. ഇന്നലെ സാക്ഷാൽ പുരി ജഗന്നാഥനെ ഞാൻ സ്വപ്നത്തിൽ ദർശിച്ചു. ഇന്നലെ ഞാൻ കണ്ട ദിവ്യ സ്വപ്നത്തിൻ കഥ ചൊല്ലാം കേൾക്കിടൂ ദൈവഗീതം. മകളെ നൽകണം കന്യാദാനമായി, ജയദേവനു വധുവായി. മകളെ താങ്കളുടെ തന്നെ ഗ്രാമത്തിലുള്ള ജയദേവന് വിവാഹം ചെയ്തു കൊടുക്കുക. അതാണ് ദൈവഹിതം. കൃഷ്ണഭക്തനും കവിയുമായ ജയദേവൻ പത്മാവതിക്ക് അനുയോജ്യനായ ഭർത്താവായിരിക്കും. ദേവശർമ്മ മകളെയും കൂട്ടി ജയദേവന്റെ വീട്ടിലേക്ക് യാത്രയായി. വീടടുക്കും തോറും കൃഷ്ണഗീതികൾ കേട്ടു തുടങ്ങി. മുരാരേ കൃഷ്ണ അച്ഛനും മകളും ആ കുടിലിന് മുന്നിലെത്തി. ജയദേവൻ എഴുന്നേറ്റു. നമോഭാഗം. ഇരുവർക്കും ഈ എളിയവന്റെ കുടിലിലേക്ക് സ്വാഗതം. അദ്ദേഹം അവരെ ഉപചാരപൂർവം സ്വീകരിച്ചിരുത്തി. ദേവശർമ്മ നടന്ന സംഭവങ്ങളെല്ലാം ജയദേവനെ പറഞ്ഞു കേൾപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, പുരി ജഗന്നാഥന്റെ അനുജ്ഞ പ്രകാരം ഞാനിതാ എൻ്റെ മകൾ പത്മാവതിയെ താങ്കൾക്ക് വധുവായി നൽകുന്നു. സദയം സ്വീകരിച്ചാലും. ജയദേവൻ സ്തബ്ധനായി. അങ്ങ് എന്താണ് ഈ പറയുന്നത്? ദേവശർമ്മ, അങ്ങേക്കറിയാമോ, പരമദരിദ്രനാണ് ഞാൻ. കൃഷ്ണഭക്തിയിലും കാവ്യസബര്യയിലും മുഴുകി കഴിയുകയാണ്.
ദരിദ്രനായ ഒരുവന് സ്വന്തം മകളെ നൽകി അങ്ങ് ക്രൂരത കാണിക്കരുത്. ജയദേവൻ, ഞാൻ ദൈവഹിതത്തിനനുസരിച്ചു പ്രവർത്തിച്ചു. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. പുരി ജഗന്നാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മകളെ, അച്ഛൻ പോകുന്നു. ദേവശർമ്മ മകളെ അവിടെ ഉപേക്ഷിച്ച് യാത്രയായി. കണ്ണിൽ നിന്നും മറയുന്നത് വരെ മകൾ അച്ഛനെ നോക്കി നിന്നു. അനാഥമാക്കപ്പെട്ട ആ പാവം ദുഃഖം സഹിക്കവയ്യാതെ കണ്ണുനീർ വാർത്തു. പതിതയായി പരിത്യക്തയായി കരയുവാനായി എന്തിനീ ജന്മം ജഗന്നാഥ. കൃഷ്ണ കൃഷ്ണ കനിവായെനിക്കു നീ ജീവിതമേകൂ, അല്ലാഹിലേകൂ സായുജ്യം. പത്മാവതിയുടെ സങ്കടം കണ്ട് ജയദേവന്റെ മനസ്സലിഞ്ഞു. പത്മാവതി, കരയരുത്. വിഷമം മൂലം ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, ക്ഷമിക്കോ. താമസിയാതെ അവർ വിവാഹിതരായി. ഒരാൾ മറ്റേയാൾക്ക് ജീവന്റെ ജീവനായി മാറി. മിക്ക രാത്രികളും നിദ്രാവിഹീനങ്ങളായിരിക്കും. ജയദേവൻ മധുരസാന്ദ്രമായി പാടിക്കൊണ്ടിരിക്കും. പത്മാവതി ആ ഗാനത്തിനൊത്ത് നൃത്തം ചെയ്യും. അവർ ആടെയും പാടയും ധന്യമാക്കിയ രാത്രികളിൽ ആ കുടിലിൽ നിന്നും ഒഴുകിയ മധുര സംഗീതവും ചിലമ്പൊലിയും നമുക്കും കേൾക്കാം. നിന്നനുരാഗം സഖി സഖി അനവദ്യ സുഖദായകം. കവനല സീതമാ നിൻ മൃദുമേനിതൻ, കവനല സീതമാ നിൻ മൃദുമേനിതൻ കമനീയ കാന്തി കാൺകേ കൽപ്പനയുണർന്നു, എൻ കൽപ്പനയുണർന്നു അനവദ്യ സുഖദായകം. സംഗീതവും കവിതയും ഇണപിരിയാത്ത നിമിഷങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ദിവസങ്ങൾ കടന്നുപോയി. ജയദേവൻ ഗീതാഗോവിന്ദത്തിന്റെ രചന ആരംഭിച്ചു. ശ്രീകൃഷ്ണനും രാധയും തമ്മിലുള്ള സമാഗമങ്ങളും വിരഹവേദനയും മറ്റുമാണ് ഇതിലെ പ്രതിപാദ്യ വിഷയം. 10ാം സർഗത്തിൽ 9ാമത്തെ അഷ്ടപതിയിൽ 7ാമത്തെ ചരണം എഴുതിക്കൊണ്ടിരിക്കുന്നു. സ്മരഗരളഖണ്ഡനം മൗമ ശിരസി മണ്ഡനം ദേഹി പദപല്ലവ മുദാരം. ശ്രീകൃഷ്ണൻ രാധയോട് പറയുന്നു, അല്ലയോ പ്രിയ രാധേ, കാമവിഷം കയറിയ എന്റെ ശിരസിൽ ഭവതിയുടെ പാദപല്ലവങ്ങൾ ചേർത്തു വെക്കൂ. എഴുതി കഴിഞ്ഞ ഉടനെ ജയദേവൻ ഞെട്ടിപ്പുടഞ്ഞെഴുന്നേറ്റു. ഭഗവാനെ, ഞാൻ എന്താണ് എഴുതിയത്? പത്മാവതി, എന്തുണ്ടായി? പത്മാവതി, ഞാനൊരു അവിവേകം കാണിച്ചു. രാധയുടെ പാദങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ ശിരസിൽ ഭൂഷണമാക്കാൻ ആവശ്യപ്പെടുന്നതായി ഗീതാഗോവിന്ദത്തിൽ എഴുതിപ്പോയി. എഴുതി കഴിഞ്ഞപ്പോഴാ ഓർത്തത്. മഹാഭാവം! പാടുണ്ടോ അത്? സാക്ഷാൽ ഭഗവാനല്ലേ? കൃഷ്ണ, ഞാൻ എഴുതിയത് അപരാധമാണെങ്കിൽ ഈ അവിവേകിക്ക് മാപ്പ് തരണേ. പ്രിയ സഖി രാധതൻ പാദപത്മങ്ങൾ ഭഗവാൻ ശിരസിൽ ചേർക്കുകയോ, പാപമുക്തിക്കായെന്നു ഞാൻ ചെയ്യണം, ഏതു തീർത്ഥത്തിൽ മുങ്ങിക്കുളിക്കണം. പത്മാവതി, ആ ഭാഗം ഞാൻ ഗ്രന്ഥത്തിൽ നിന്നും വെട്ടിക്കളഞ്ഞു. ഇതാ ഗ്രന്ഥം അകത്തു കൊണ്ടുപോയി വെക്കൂ. വല്ലാത്ത പാരവശ്യം, എനിക്കൊന്ന് കുളിക്കണം. ജയദേവൻ ശരീരം മുഴുവൻ എണ്ണ തേച്ച് അകലെയുള്ള ആറ്റിലേക്ക് കുളിക്കാൻ പോയി. കുളി കഴിഞ്ഞ് തിരിച്ചെത്തിയ അദ്ദേഹം ഗ്രന്ഥം കയ്യിലെടുത്തു നിവർത്തി. ഹേ, ഇതെന്താ മറിമായം? പത്മാവതി, ഇതെന്ത് അത്ഭുതമാണ്! ഞാൻ വെട്ടിയ ഭാഗം വീണ്ടും എഴുതി ചേർത്തിരിക്കുന്നു. ഇതാര് ചെയ്തു?
സ്വാമി അങ്ങ് തന്നെയാണല്ലോ അത് എഴുതി ചേർത്തത്. ഓർക്കുന്നില്ലേ? കുളിക്കാൻ പോയ അങ്ങ് തിരികെ വന്ന് എന്നിൽ നിന്നും ഗ്രന്ഥം വാങ്ങി അത് എഴുതി ചേർത്തു. ഇതാ ഗ്രന്ഥത്തിൽ കയ്യിൽ എണ്ണ പുരണ്ടത് കണ്ടില്ലേ? ഇല്ല പത്മാവതി, കുളിക്കാൻ പോയ ഞാൻ തിരികെ വന്നിട്ടില്ല. ഭഗവാനെ കൃഷ്ണ, ഇതെന്ത് പരീക്ഷണം? ജയദേവൻ ധ്യാനത്തിൽ മുഴുകി. കൃഷ്ണ എന്നകക്കണ്ണു തുറക്കാൻ, സത്യത്തിൻ പൊരുളറിയാൻ കനിയണേ ദേവാ കൃഷ്ണ. ആ ജ്ഞാനദൃഷ്ടിയിൽ എല്ലാം തെളിഞ്ഞു. പത്മാവതി, വന്നത് നാമായിരുന്നില്ല, നമ്മുടെ രൂപത്തിൽ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ. പത്മാവതി, നീ എത്ര ധന്യയാണ്. ഇത്രയും നാൾ ഭഗവാനെ സ്തുതിച്ചു കഴിഞ്ഞ എനിക്ക് ആ കരുണാമൂർത്തിയുടെ ദർശന സൗഭാഗ്യം സിദ്ധിച്ചില്ല. പത്മാവതി, നിനക്കാണ് ആ മഹാഭാഗ്യം ലഭിച്ചത്. നീ പുണ്യവതിയാണ്. നിന്റെ ഭർത്താവെന്ന ഖ്യാതി മാത്രമേ ഇനി എനിക്കുള്ളൂ. അതിനാൽ 19ാമത്തെ അഷ്ടപദിയിൽ ജയദേവൻ ഇങ്ങനെ എഴുതി: ഇതി ചടുല ചാടുപടു ചാരുമുരവൈരിണോ രാധികാമധിവചന ജാതം ജയതി പത്മാവതി രമണ ജയദേവ കവി ഭാരതി ഭണിതമിതി ഗീതം. ശ്രീകൃഷ്ണൻ രാധയോട് പറയുന്ന ചപലവാക്കുകൾ പത്മാവതി രമണനായ ജയദേവ കവിയുടെ ഗീതത്തിലൂടെ ജയിക്കുന്നു. ജയദേവന്റെ കാവ്യധിഷണയെ ദീപ്തമാക്കിയതിനു പിന്നിൽ പത്മാവതി വലിയ സ്വാധീനമാണ് ചെലുത്തിയത്. പ്രിയമുള്ളവരെ, ഉദ്ദേശം 800 വർഷങ്ങൾക്ക് മുൻപ് രചിക്കപ്പെട്ട ഗീതാഗോവിന്ദം ഇന്നും ഭാരതത്തിലുടനീളം ക്ഷേത്രങ്ങളിൽ പൂജാവേളകളിലും സംഗീത കച്ചേരികളിലും ആലപിക്കപ്പെട്ടു വരുന്നു. ഉത്തമ സംസ്കൃത ഭാഷയിൽ 12 സർഗങ്ങളായി രചിക്കപ്പെട്ട ഈ ശൃംഗാരകാവ്യം ഭക്തന്മാർക്കും സംഗീത പ്രേമികൾക്കും ഒരുപോലെ സായുജ്യമേകുന്നു. നന്ദി, നമസ്കാരം.